ഈസി കുക്ക് വിത്ത് അഞ്ജലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ബീൻസ് പ്ലസ് ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ക്യാരറ്റും നല്ല രീതിയിൽ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് തേങ്ങ, 4 പച്ചമുളക്, സവോള, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ചേരുവകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മളുടെ ഏത് എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ്. ഇപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഓപ്ഷൻ ഏതാണ് അതനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ അതിലേക്ക് ഒരു ഇച്ചിരി കടുക് ഇടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മളുടെ ചേരുവകളെല്ലാം ചേർക്കാം. ആദ്യം നമ്മൾ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഉള്ളിയോ അല്ലെങ്കിൽ സവോള, നിങ്ങളുടെ ഓപ്ഷനാണ് ഏത് ഉള്ളി വേണോ സവോള വേണോ എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത്. ഞാനിവിടെ സവോളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ പച്ചമുളക്, ഇഞ്ചി അല്പം കുറച്ച് മതി കേട്ടോ. ആ ഒരു ക്യാരറ്റിനും ബീൻസിനൊക്കെ ഒരു കുത്തു ചുവയുണ്ട് അല്ലേ, ഒരു പച്ച ചുവയുണ്ട് അല്ലേ. അപ്പോൾ ആ ചുവ പോകാൻ വേണ്ടി അല്പം ചേർത്താൽ മതിയേ ഇഞ്ചി. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ പച്ചമുളകിൻ്റെയൊക്കെ എണ്ണ ഇപ്പം ഞാൻ 4 എടുത്തിരിക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ എരിവനുസരിച്ച്, ചിലപ്പം എരിവ് തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ എണ്ണം കുറയ്ക്കുക, പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. എരിവ് കൂടുതൽ വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക. നന്നായിട്ട് ഇത് വാടി വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ. നല്ല രീതിയിൽ ഇതിൻ്റെ ആ ഒരു കളർ മാറിക്കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. തീ എപ്പോഴും കുറച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ബിഗിനേഴ്സിനോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ ഭയങ്കര പെട്ടെന്ന് സാധനങ്ങൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇപ്പം നിങ്ങളുടെ ബീൻസിൻ്റെ എമൗണ്ട് എത്രയാണോ അതനുസരിച്ച് വേണം നമ്മൾ തേങ്ങയാണേലും ഇതിലേത് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൻ്റെ അനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ബീൻസും ക്യാരറ്റും കൂടെ ഉള്ളതിൻ്റെ എമൗണ്ട് അനുസരിച്ചാണ് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ഒരു മഞ്ഞ കളറിൽ തേങ്ങയുടെയൊക്കെ കളറൊക്കെ മാറി. പിന്നെ അതിന് നിങ്ങൾക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഉപ്പിടുമ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അതൊന്ന് നല്ല രീതിയിൽ അതിൻ്റെ അകത്തെ ആ ഒരു ഫ്ലേവർ പുറത്തേക്ക് വരുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണത്. പിന്നെ അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ക്യാരറ്റും ബീൻസും തമ്മിൽ വേവിൻ്റെ വ്യത്യാസമുണ്ട്. വെന്ത് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ക്യാരറ്റിൻ്റെ ഒരു പച്ചമണം, പിന്നെ അത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനുള്ള രീതിയിൽ അതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയായിട്ട് ബീൻസ് എപ്പോഴും ചെറുതായിട്ട് വേണം അരിയാൻ, എന്നാൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. കാരണം ഫൈബർ കണ്ടൻറ്റുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന, നാര് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ബീൻസിൽ. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അത് നന്നായിട്ട് നല്ല ബീൻസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നിങ്ങളുടെ ബീൻസൊക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ അല്പം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എങ്ങാനും അടിക്ക് പിടിച്ചാലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ അല്പം വെള്ളം ചേർക്കാം. കുറച്ച് എമൗണ്ടൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ബീൻസും ക്യാരറ്റും കൂടെ വയ്ക്കുമ്പോൾ കുറച്ച് എമൗണ്ടേ ഉള്ളെങ്കിൽ വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലെല്ലാം ക്യാരറ്റും ബീൻസും തേങ്ങയും പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചിയും എല്ലാം കടുകും എല്ലാം കൂടി ഒന്ന് ഉപ്പൊക്കെ മിക്സായി കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ബീൻസിൻ്റെ കളർ ഇപ്പം ഒരു ചെറിയ
ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് അല്ലേ. നല്ല രീതിയിൽ വരുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് ഈ ബീൻസിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് വരും. വെന്ത് കഴിയുമ്പോഴത്തേക്കും ബീൻസ് വെന്ത് കഴിയുമ്പോൾ ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് ഇത് ചേഞ്ച് ചെയ്ത് വരും. ഇനിയിപ്പം നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പം പകുതി കുക്ക് ചെയ്ത രീതിയിലാണ് ബീൻസും ക്യാരറ്റും ഇരിക്കുന്നത്. ഇനി അല്പം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാം ഒന്ന് ചേർത്തൊന്ന് ഇളക്കി വീണ്ടും അടച്ചു വയ്ക്കുക. ഒരു 2 to 3 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ബീൻസ് തോരൻ റെഡിയാക്കി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു തോരനാണ്. കുറേ മസാലകളോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ, ബീൻസിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ തരുന്ന ഒരു തോരനാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.